നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളുണ്ടാക്കിയ ഒരു ലോകത്തിലല്ല. നമ്മളുണ്ടാക്കിയ അനുഗ്രഹങ്ങളല്ല നമ്മളിപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാം, നമുക്കിവിടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാം അള്ളാഹു നൽകിയതാണ്. നമ്മളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് പൂർണ്ണമായ അധികാരവും അവകാശവുമുണ്ട് നമ്മൾ ചെയ്ത നന്മക്കനുസരിച്ച് കൂലി നൽകുവാനും നമ്മൾ ചെയ്ത തിന്മക്കനുസരിച്ച് ശിക്ഷ നൽകുവാനും. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിനെയൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. മാത്രമല്ല അതിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും അള്ളാഹുവാണ്. അപ്പോൾ ആരാണോ സൃഷ്ടാവ് അവൻ്റേതാണല്ലോ അതൊക്കെ. മാത്രമല്ല അതിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും അള്ളാഹുവാണ്. അപ്പോൾ ഈ ആകാശങ്ങളും ഭൂമിയും ഒക്കെ അള്ളാഹുവിൻ്റേതാണെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ആളുകൾ എന്തൊക്കെ ചെയ്താലും അതിൽ നന്മയുണ്ടെങ്കിൽ ആ നന്മയ്ക്ക് പ്രതിഫലം നൽകാനും തിന്മയുണ്ടെങ്കിൽ ആ തിന്മയ്ക്കനുസരിച്ചുള്ള ശിക്ഷ നൽകാനും അള്ളാഹുവിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. കാരണം അള്ളാഹുവിൻ്റേതാണ് ഇതെല്ലാം. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ അള്ളാഹുവിൻ്റെ, നമ്മളും അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹുവാണ് നമ്മളൊക്കെ സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് പ്രതിഫലം നൽകാൻ അള്ളാഹുവിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. തിന്മ ചെയ്യുന്നവർക്ക് ആ തിന്മയ്ക്കനുസരിച്ച്, അവർ ചെയ്യുന്ന പ്രവർത്തനത്തിനനുസരിച്ച് അവിടെ അള്ളാഹു ശിക്ഷ നൽകും. അതേസമയം നന്മ ചെയ്യുന്നവർക്ക്, നോക്കൂ നിങ്ങൾ, അവിടെ ഒരു പദപ്രയോഗം അതിമനോഹരമാണ്. തിന്മ ചെയ്തവർക്ക് ബിമാ അമിലു, അവർ പ്രവർത്തിച്ചതിനനുസരിച്ചുള്ള ശിക്ഷ നൽകുമെന്ന് പറഞ്ഞിട്ട് വയജ്സിയല്ലദീന അഹ്സനു, നന്മ ചെയ്തവർക്ക് അവർ പ്രവർത്തിച്ചതിനനുസരിച്ചുള്ള പ്രതിഫലം നൽകുന്നല്ല പറഞ്ഞത്. അവിടെ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിന്. അപ്പോൾ നന്മ ചെയ്ത ആളുകൾക്ക് ആ ചെയ്തതിനനുസരിച്ചൊന്നുമല്ല, അതിനേക്കാൾ കൂടുതൽ കിട്ടും. ഇരട്ടി ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം ലഭിക്കും. എന്നാൽ തിന്മ ചെയ്തവർക്ക് ആ തിന്മക്കനുസരിച്ചുള്ള ശിക്ഷയാണ് നൽകുക. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളുണ്ടാക്കിയ ഒരു ലോകത്തിലല്ല. നമ്മളുണ്ടാക്കിയ അനുഗ്രഹങ്ങളല്ല നമ്മളിപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാം, നമുക്കിവിടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാം അള്ളാഹു നൽകിയതാണ്. നമ്മളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് പൂർണ്ണമായ അധികാരവും അവകാശവുമുണ്ട് നമ്മൾ ചെയ്ത നന്മക്കനുസരിച്ച് കൂലി നൽകുവാനും നമ്മൾ ചെയ്ത തിന്മക്കനുസരിച്ച് ശിക്ഷ നൽകുവാനും. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിനെയൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. മാത്രമല്ല അതിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും അള്ളാഹുവാണ്. അപ്പോൾ ആരാണോ സൃഷ്ടാവ് അവൻ്റേതാണല്ലോ അതൊക്കെ. മാത്രമല്ല അതിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും അള്ളാഹുവാണ്. അപ്പോൾ ഈ ആകാശങ്ങളും ഭൂമിയും ഒക്കെ അള്ളാഹുവിൻ്റേതാണെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ആളുകൾ എന്തൊക്കെ ചെയ്താലും അതിൽ നന്മയുണ്ടെങ്കിൽ ആ നന്മയ്ക്ക് പ്രതിഫലം നൽകാനും തിന്മയുണ്ടെങ്കിൽ ആ തിന്മയ്ക്കനുസരിച്ചുള്ള ശിക്ഷ നൽകാനും അള്ളാഹുവിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. കാരണം അള്ളാഹുവിൻ്റേതാണ് ഇതെല്ലാം. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ അള്ളാഹുവിൻ്റെ, നമ്മളും അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹുവാണ് നമ്മളൊക്കെ സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന്